lovely people. Hope you're all doing fantastic. Honestly, it feels so good to connect with you all. ഇന്ന് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് I would like to thank everyone for your supportive, loving, kind, encouraging words about my videos. Especially എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനും സ്കൂൾ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ ആദ്യത്തെ ഫ്യൂ വീഡിയോസ് എല്ലാം വെറുതെ മൊബൈൽ പിടിച്ച് ഒറ്റ സ്ട്രെച്ചിന് റെക്കോർഡ് ചെയ്തതാണ്. നോ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോസിനൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോസിനൊക്കെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ ദേവിക ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട്, ലൈക്ക് കീപ് ഗോയിങ്, ഭയങ്കര മോട്ടിവേറ്റിംഗ്, എൻകറേജിങ്, ആൻഡ് സോ ലവിങ് ആയിരുന്നു. ആൻഡ് സോ താങ്ക് യു എവ്രി വൺ ആൻഡ് യു ഗൈസ് ആർ ഓസം. ഐ ലവ് യു ഓൾ സോ മച്ച്. ഇന്ന് ഞാൻ ഒരു ബേസിക്സ് ടിപ്സ് ആൻഡ് സജഷൻസ് ഫോർ ലിവിങ് ആൻ ഒത്തൻറ്റിക് ലൈഫാണ് ഷെയർ ചെയ്യണമെന്ന്. ഈ വീഡിയോൻ്റെ ഇൻസ്പിറേഷൻ ഞാനും എൻ്റെ അമ്മയുമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഒരു ഫ്യൂ വീക്സ് എഗോ ഞാൻ എൻ്റെ അമ്മയെ ഞാൻ എന്തോ സംസാരത്തിനിടയിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ വിഷ്വലൈസേഷൻ ട്രൈ ചെയ്യും, അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ഫീൽ ചെയ്യും എന്നൊക്കെ. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും എനിക്ക് ഭയങ്കര ഓവർവെൽമിങ്, എനിക്കത് വർക്ക് ചെയ്യുന്നില്ല, മേ ബി നീ ഇത് കുറച്ച് നാളായില്ലേ ഈ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ജേർണി തുടങ്ങിയത്, അതുകൊണ്ടായിരിക്കും നിനക്കിത് വർക്ക് ചെയ്യുന്നത്, എനിക്കിത് പറ്റുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ ഈ വിഷ്വലൈസേഷൻ, ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, മെഡിറ്റേഷൻ, അതൊക്കെ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു. സോ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു, ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ വിച്ച് വർക്ക്ഡ് ഫോർ മീ, ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. അപ്പം എൻ്റെ അമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഷീസ് എ ലവ്ലി സ്മാർട്ട് ലേഡി, ഇസൻറ്റ് ഷീ? അതെ, എൻ്റെ അമ്മ ഒരു ലവ്ലി സ്മാർട്ട് ലേഡിയാണ്. ഫസ്റ്റ് കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഓവർ എനി വൺ ഓർ എനിത്തിങ്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇൻറ്റ്യൂഷൻ നമ്മുടെ ഒരു വിസ്ഡമാണ്, ഇന്നർ വിസ്ഡം. And that inner wisdom knows what is right for you. And when you start following your intuition will lead you to all the answers, to all the inspiration, to all the solutions that you're looking for in life. നമ്മൾ ഓഫൻ ഇൻറ്റുവിഷൻ ഒരു ലോജിക്കൽ സെൻസ് മേക്ക് ചെയ്യില്ല. പക്ഷെ when you start living your life each moment, trusting that intuition and following that intuition, I promise you life will be more authentic, more fulfilling and meaningful. എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് 4 yearsൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത റിലേഷൻഷിപ്സ് എല്ലാം ഭയങ്കര ഡീപ്പ് ആൻഡ് ഫുൾഫില്ലിങ് റിലേഷൻഷിപ്സാണ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ എനിക്കൊരു ഡിസയർ തോന്നി, ഹൗ വണ്ടർഫുൾ ഇറ്റ് വുഡ് ബി ഇഫ് എവറി ഡേ I can connect with someone and I can have fun and feel significant, feel loved, and അങ്ങനെ ഒരു ഡിസയർ തോന്നി. പിന്നെ ഞാൻ എവിടെയോ എഴുതി അതിനെപ്പറ്റി ആലോചിച്ചില്ല. ആൻഡ് എൻ്റെ വൺ ഓഫ് മൈ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുട്ടി, നന്ദ എന്ന് പറഞ്ഞ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നന്ദയുടെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ, ഓൾദോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ. പിന്നെ നന്ദയുടെ അമ്മേനെയും അമ്മയുടെ സിസ്റ്ററിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ആ ഒരു തേഴ്സ്ഡേ, സാറ്റർഡേ ആണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആ ഒരു തേഴ്സ്ഡേ ഈവനിങ് എനിക്കിങ്ങനെ ഒരു വോയിസ് നന്ദയുടെ അടുത്ത് ചോദിക്കുക. ആൻഡ് എനിക്കത് ലോജിക്കലി സെൻസ് മേക്ക് ചെയ്തില്ല. നന്ദനെ ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചുള്ളൂ, ആ കുട്ടിയെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ എന്ത് സംസാരിക്കാനാ. ബട്ട് ഫൈനലി ഞാൻ നന്ദയെ മെസ്സേജ് ചെയ്തു. പക്ഷെ നന്ദ അപ്പം തന്നെ ഓക്കെ ചേച്ചി അതിനെന്താ നമുക്ക് ചെയ്യാം. ആൻഡ് ദെൻ സാറ്റർഡേ നമ്മൾ കണക്ട് ചെയ്തു. ആ സാറ്റർഡേ ആണ് നമ്മൾ ആക്ച്വലി ആ വീഡിയോ ആണ് നമ്മൾ അത്രയും ലോങ് കോൺവെർസേഷൻ ആദ്യത്തെ പ്രാവശ്യം. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൻഡ് അതിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീഡ്ബാക്ക് കിട്ടി. നമ്മൾ ബോത്ത് ഓഫ് അസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നന്ദയും ഞാനും ഭയങ്കര ക്ലോസാണ്. ലൈക്ക് എവറി ഡേ വി ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ and she makes me feel so significant, and it is just absolute joy talking to her and connecting with her ella divasam. And I so look forward every day ആളുടെ മെസ്സേജസും ആളുടെ അടുത്ത് സംസാരിക്കാനും ഒക്കെ. ആൻഡ് ഈ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് oh my god, it was so much fun watching cricket with her. And ആ ക്രിക്കറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്ത്, ക്രിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്ലേയേഴ്സിനെ പറ്റിയും നമ്മുടെ ഡിസ്കഷനും എല്ലാം, ഇറ്റ് വാസ് അബ്സല്യൂട്ട് ജോയ്.
and she is now an important person in my life. So അത് ഐ തിങ്ക് ലൈക്ക് ദിസ് റിലേഷൻഷിപ്പ് നന്ദയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് വന്നത് എൻ്റെ ആ ഇൻറ്റ്യൂഷൻ ഞാൻ ഫോളോ ചെയ്തത് കൊണ്ടാണ്. സോ ഐ വുഡ് ലവ് ഫോർ യു ഓൾ ടു ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് ലിവ് എവറി മൊമെൻറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്തിട്ട്. രണ്ടാമത്തെ സജഷൻ എന്ന് പറഞ്ഞാൽ ഡു തിങ്സ് വിച്ച് ലൈറ്റ്സ് യു അപ്പ്, വിച്ച് മേക്സ് യു ഫീൽ ഗുഡ്. ഞാൻ ബിലീവ് ചെയ്യുന്നത് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫീലിംഗ് വെൻ യു ഡു തിങ്സ് ദാറ്റ് മേക്സ് യു ഫീൽ ഗുഡ്, ദാറ്റ്സ് വാട്ട് ലീഡ്സ് ടു സക്സസ്. ഒരിക്കലും നമുക്ക് സക്സസ് ഡസൻ കം ടു യു വെൻ യു ആർ ഡൂയിങ് സംതിങ് വിച്ച് യു ഹേറ്റ്, വിച്ച് യു ഡോണ്ട് റെസനേറ്റ്. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ എവറി ഡേ there would be something that lights you up. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു പ്ലാന്റ് ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലും ആർട്ടിക്കിൾ വായിക്കുന്നതായിരിക്കാം, ഡാൻസ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പം അതൊരു കരിയറായിട്ടുണ്ടാവത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സംതിങ് ദാറ്റ് നമുക്കത് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ആ കാര്യം ഡെയിലി ഒരു ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ 5 minutes, ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ 2 minutes, 1 minute ആണെങ്കിലും അത് ചെയ്യുക. ആ ഒരു ഗുഡ് ഫീലിംഗ് ഒന്ന് എൻജോയ് ചെയ്യുക ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ആ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന്. ഐ തിങ്ക് മോർ യു ലീൻ ടുവേർഡ്സ് ദാറ്റ് ഗുഡ് ഫീലിംഗ്, ദാറ്റ്സ് വാട്ട് സക്സസ്സിലേക്കും നമ്മുടെ പാഷനിലേക്കും നമ്മുടെ ലൈഫിലൊരു മീനിങ് തരുന്ന കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇതൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ what works for you need not necessarily work for someone else, and same like what works for someone else need not necessarily work for you. ചില സമയത്ത് നമ്മൾ എല്ലാവരും ഒരു സക്സസ്ഫുൾ, നമുക്കൊരാൾ സക്സസ്ഫുൾ ആണ്, നമുക്ക് അയാളെ പോലെ ആവണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അയാൾ ചെയ്യുന്ന എല്ലാം ചെയ്യാൻ നോക്കും. ആൻഡ് സംടൈംസ് വി നോ ദാറ്റ് വി ഡോണ്ട് റെസനേറ്റ്, പക്ഷേ വി പുഷ് അവർ സെൽഫ് ടു അങ്ങനെ ചെയ്യാൻ നോക്കും. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പ്രഷർ. ആൻഡ് സോ ഞാൻ ട്രൂലി ബിലീവ് ചെയ്യുന്നത് there are some things that work for you and it is for you to explore and find those things that work for you. അത് നിങ്ങളുടെ യുണീക്ക് കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ റീഡ് ചെയ്ത് ബുക്സിൽ കൂടി നോളജ് കിട്ടി, ഇൻസ്പിറേഷൻ കിട്ടി, അങ്ങനെ ആയിരിക്കും അവരുടെ ഡിസയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാനും ഒരു പാഷൻസ് ഒക്കെ പെർസ്യൂ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ബട്ട് ഫോർ സം അതർ പീപ്പിൾ അത് ചിലപ്പോൾ ആൾക്കാരുടെ നിന്ന് കണക്ട് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വരുന്നതായിരിക്കാം. സോ വി ആർ ഓൾ യുണീക്ക് ഇൻ അവർ ഓൺ വേസ്. ആൻഡ് അപ്പം ഓഫൻ ഞാൻ ഇങ്ങനെ പേരൻസ് കുട്ടികൾ എന്താ പറയുക, ആ കുട്ടി കണ്ടോ നിങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ടോ അവൻ ഇത്രയും മാർക്കൊക്കെ കിട്ടി, നല്ല സക്സസ്ഫുള്ളായി, നീയും അതുപോലെ ചെയ്യും. ബട്ട് ഇറ്റ്സ് ലൈക്ക് എവറി ചൈൽഡ് ഇസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് നമ്മളെല്ലാം വി ക്രിയേറ്റ് എ സേഫ് സ്പേസ് ഫോർ ദ ചൈൽഡ് ടു ബ്ലോസം. എന്നാൽ ഐ ബിലീവ് എ ചൈൽഡ് വെൻ ജനിക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരുടെ ഉള്ളിലുണ്ട് അവർക്ക് എന്താണ് ഇഷ്ടം എന്നൊക്കെ. സോ വെൻ യു ക്രിയേറ്റ് ദാറ്റ് നർച്ചറിങ് നറിഷിങ് സ്പേസ്, ഹോൾഡ് ദാറ്റ് സ്പേസ് ഫോർ എ ചൈൽഡ് is will naturally blossom. And ചില children will take a little more time, ചിലവർ പെട്ടെന്ന്, but it doesn't really matter. And as long as the child is enjoying the journey and it feels fulfilling and happy, and അതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത സജഷൻ എന്ന് പറഞ്ഞാൽ ഐ എം എ ഗ്രേറ്റ് ബിലീവർ ദാറ്റ് success is not about how many things that you do. It is about how you do something. എന്താണ് ഒരു ഇൻറ്റൻഷൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് ഒരു കാര്യം ചെയ്യുമ്പോൾ. ഞാൻ എൻ്റെ അടുത്ത് കുറേ പെൺകുട്ടികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ അല്ലെങ്കിൽ എൻ്റെ കോ സിസ്റ്റർ വർക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യും, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കും, എല്ലാ ബോക്സുകളും ടിക്ക് ചെയ്യും, എന്താണ് ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, ഭയങ്കര പ്രൊഡക്റ്റീവാണ്, വിച്ച് ഇസ് റിയലി നൈസ്. ആൻഡ് ദെൻ ഈ പറയുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ദേ ഫീൽ വെരി ലോ ആൻഡ് ഇൻഫീരിയർ, ഡിമിനിഷ്ഡ്. ആൻഡ് സോ ബട്ട് വെരി ഓണസ്റ്റ്ലി ഐ ബിലീവ് നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, എന്താണ് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താ. നമ്മളിപ്പോൾ ഒരു കപ്പ് ഓഫ് കോഫി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ, ഒരു ഹാപ്പിനെസ്സോടെ,
ഉണ്ടാക്കുമ്പോൾ ഐ തിങ്ക് ലൈക്ക് പീപ്പിൾ അറൗണ്ട് യു വിൽ ഫീൽ ദാറ്റ് ഹാപ്പിനെസ്, പീപ്പിൾ അറൗണ്ട് യു വിൽ ബി ഡ്രോൺ ടു യുവർ ഹാപ്പിനെസ്, റാദർ ദാൻ നമ്മളൊരു വലിയ സദ്യ ഒരു ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്, ഒരു ബോക്സ് ടിക്ക് ചെയ്യാൻ വേണ്ടി ഡൂയിങ് ഇറ്റ് ആൻഡ് ജസ്റ്റ് സോ ദാറ്റ് അങ്ങനെ ഒരു വലിയ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് യു ഫീൽ കൈൻഡ് ഓഫ് പവർഫുൾ, ആസ് എൻ ലൈക്ക് യു ഫീൽ കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. So honestly I believe that it's your intention that matters. It is the energy that you put out into the universe. That's what people around you can feel, that energy and that positivity and that happiness that's coming from within you. And I'm not trying to say sadhya ഉണ്ടാക്കുന്നത് എല്ലാവരും like no frustrated mindset എന്നാണെന്ന്. ഇറ്റ്സ് ലൈക്ക് നോ ഈവൻ നമ്മളിപ്പോൾ പല ആൾക്കാരും എന്താ സദ്യ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഒരു പാഷനോടെയും ഒരു ഹാപ്പിനെസ്സോടെയും. that is nice. People around can also feel and they will be inspired by your passion and they will also be inspired to follow their heart. So which is അത് നല്ലൊരു കാര്യമാണ്. Like you doing things which is productive and efficient. If you can do things productive item, efficient item, following your heart. What I'm trying to say is everything should come from a space of heart and from a space of authenticity rather than just pushing yourself to do things just for the sake of doing it. Asantinatha suggestion vechal, like yes, namukku ellavarum we are striving to have a very happy joyous life, but we are all at the end of the day human. Like as much as the positive qualities positive emotions pole namukku it's important, I feel it's really important you acknowledge all your emotions, whether positive, negative, whether it's overwhelming or frustrating, whether anger aanu, fear aanengilum endanengilum, you give yourself permission to feel that oru fear aanengilum oru anger frustration aanengilum when someone has made you feel ignored or someone has made you feel unloved, just take a moment to acknowledge that and feel it in your body, that emotion. And very often നമ്മളെല്ലാവരും ഒരു ഫിയർ വരുമ്പോഴും നമുക്കൊരു സം ഓവർവെൽമിങ് ഫീലിംഗ് വരുമ്പോഴും വിച്ച് ഇസ് നമ്മളാരും ഇതെല്ലാം നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്നാണ്, പല അൺറിസോൾവ്ഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് എന്നാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഇത് നമുക്കൊരു ഫിയർഫുൾ എക്സ്പീരിയൻസ് കാരണം നമ്മൾ റോങ് ആണെന്ന്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ വെരി യങ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്ന് വരുന്നതാണ്. സോ അതിന് ലൈക്ക് ടേക്ക് എ മൊമെൻറ്റ് ടു അക്നോളജ്. ഐ എം നോട്ട് സെയിങ് യു ഡ്വെൽ അതിൽ തന്നെ ജീവിക്കുക, കുറേ മണിക്കൂറുകൾ അതിൽ ജീവിക്കുകയാണ്, ബട്ട് even if it's for 10 minutes, like just feel that emotion and ask that emotion why, ask yourself why am I feeling it, and just give yourself permission to feel that emotion. And എനിക്ക് അതിലൊരു എക്സാമ്പിൾ പറയാനുള്ളത് ഈ ചെറിയ പെൺകുട്ടികൾ ടീനേജേഴ്സൊക്കെ അല്ലെങ്കിൽ ഒരു 20s എപ്പോഴും ഒരു ഇത് പറയുന്നത് അവരുടെ ബോയ് ഫ്രണ്ട് ലൈക്ക് ഹി മേക്സ് മീ ഫീൽ ignored, he doesn't respond to my messages, I always have to initiate the conversation. അവിടെ നിന്ന് ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വരില്ല, ഐ ഫീൽ unloved. and പക്ഷെ അൺലവ്ഡ് എന്ന ആ ഒരു ഇമോഷൻ അവർക്ക് മനസ്സിലാവില്ല. ലൈക്ക് എവറി ടൈം ഞാൻ അങ്ങോട്ട് പോകണം, എന്നിട്ട് they try to make excuse saying maybe he's busy, it's okay, and maybe it is like no, I shouldn't feel that emotion, maybe like and something is wrong with me, that emotion വരുമ്പോൾ. പക്ഷെ no, like the more you feel like no one has like it's not right for anyone to make someone feel ignored and unnoticed constantly. Once in a while സംഭവിക്കും, പക്ഷെ അല്ല if you can talk about it and then പക്ഷെ constantly if someone is making you unnoticed and not responding to your messages, and why would you want to be in a relationship with that person? So like when you feel that feeling, that the feeling of not being noticed, feeling of not being acknowledged, constantly ignoring you or making you feel diminished and not making you feel not great about yourself, our feelings more and more feel ചെയ്യുമ്പോൾ your mind will be like hang on, ഇതാണ് എനിക്ക് വേണ്ട ഒരു ഫീലിംഗ്, ഇതല്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വെൻ യു മെസ്സേജ് യു വിൽ ബി ലൈക്ക് ഞാൻ മെസ്സേജ് ചെയ്യണോ, ബിക്കോസ് ഐ നോ ലൈക്ക് റെസ്പോൺസ് അയച്ചില്ലെങ്കിൽ ഐ വിൽ ബി സാഡ്. ഇറ്റ് ഈസ് ലൈക്ക് ഐ മൈസെൽഫ് ഐ എം ഡിമിനിഷിങ് എൻ്റെ വാല്യൂ. അപ്പം മേ ബി നെക്സ്റ്റ് ടൈം മെസ്സേജ് ചെയ്യും, പിന്നെ തേർഡ് ടൈം ആകുമ്പോൾ ഒന്നും കൂടെ ചിന്തിക്കില്ല, നമ്മളത് കോൺഷ്യസ്ലി മൈൻഡ് വിൽ ബി ലൈക്ക് ഇത് ഞാൻ മെസ്സേജ് ചെയ്താൽ ഐ വിൽ ബി ഫീലിംഗ് ഇഗ്നോർഡ്. എനിക്കിങ്ങനെ
ഞാൻ എന്നെ തന്നെ ഫീലിംഗ് ഞാൻ അങ്ങോട്ട് പോയി എന്താണ് ഒരു നെഗറ്റീവ് ഫീലിംഗ് എന്നെ പറ്റി ഫീൽ ചെയ്യുന്ന ഒരാളടുത്ത് ഞാൻ പോയി മെസ്സേജ് ചെയ്യണം. ആൻഡ് ദെൻ ദ മോർ യു ആർ ഇൻ ടച്ച് വിത്ത് ദറ്റ് ഫീലിംഗ് ഓഫ് നോട്ട് ബീയിങ് അക്നോളജ്ഡ്, നമുക്ക് ആ ഒരു ഓക്കെ എന്നെ നോട്ടീസ് ചെയ്തില്ല, എനിക്ക് വേണ്ടത്ര ഒരു എന്താ പറയുക അക്നോളജ്മെൻറ്റ് തരുന്നില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് you will eventually, like, your mind will open up to people who make you feel loved and significant and important. And then, like, eventually I think the more you notice, you will let go of that person and your mind in a okay ഒരു channel of open ചെയ്യും, ഒരു channel of പുതിയ consciousness. And then you will meet people who will make you feel good, you feel important, message in a response ആയിരിക്കും. Even if it's late, they say I'm sorry I couldn't respond. I don't know, because everyone deserves in a relationship especially to be acknowledged, and not in just in intimate relationship, all relationships you deserve to feel acknowledged and respected and cared for. And so yeah, Valentine's Day വരുകയാണ്. So everyone, so all the എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. ആൻഡ് ഓൾസോ ഒരു സജഷൻ പോലെ പറയാൻ വേണ്ടി, ആൻഡ് ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് where you are not feeling respected or messages ഒക്കെ unnoticed ആയി പോകുന്നു, തിരിച്ച് മെസ്സേജ് വരുന്നില്ല, don't make excuse for the other person saying that ബിസി ആയതുകൊണ്ടായിരിക്കും. Because if you're constantly feeling and if you're feeling that emotion constantly, there's something that the other person is doing which is നമ്മൾ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. It is their stuff, it's there. If maybe some people, like, it is again their unresolved issues. They feel powerful when, or they feel a sense of importance when they ignore messaging, but they feel a sense of importance, which is like, we're not judging. It is again, they might be doing it unconsciously, but it's for them to look into it. So but for you to have a meaningful relationship, say no to disrespectful behavior. Because when you say no to disrespectful and or to relationships where you don't feel noticed and where you feel unacknowledged or not significant, when you say no, then you're actually saying yes to respectful, loving, meaningful, fulfilling relationships. So happy Valentine's Day എല്ലാവർക്കും in advance. Lovely friends, thank you so much for watching, and I really wish that ഞാൻ ഷെയർ ചെയ്തതൊക്കെ it is helpful for you and it is insightful. And thank you so much for watching. It's always a pleasure connecting with you all. Have a great weekend and happy Valentine's Day. And do share my video with all your friends, and by all means do let me know how you go about these suggestions, and I would love to hear your feedback. And sending you lots and lots of love and much gratitude, and special thanks to my amma. And ammayana ee video inde inspiration thanne ammayade adulla conversation aanu. And love you all. Have a great weekend. I truly I love you all.